അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈയടുത്തായിട്ട് സിറാജുദ്ദീൻ കാസിം ഉസ്താദിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള പോസ്റ്ററുകളും അതേപോലെ ദുആ ചെയ്യാനുള്ള അഭ്യർത്ഥനകളും നമുക്ക് വാട്സപ്പിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ആർക്കും ഒരു പിടുത്തവുമില്ല. എന്നാൽ സിറാജുദ്ദീൻ കാസിമിക്ക് സുഖമില്ല, നിസ്കരിക്കാനൊക്കെ കഴിയുന്നില്ല എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. യൂട്യൂബേഴ്സിൽ പല ആൾക്കാർ വീഡിയോയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വാട്സപ്പിലും അതേപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട്. ഏതായാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു ചെറിയൊരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത്, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ അത്രയും സീരിയസ് ആയിട്ട് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് ഒരു വോയിസിലൂടെ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതായത് ആദൂർ ഭാഗത്തിലെ സെയിൻ എന്ന് പറയുന്ന ആ ഒരു വിക്കായയുടെ ഒരു വ്യക്തി കോൾ ചെയ്ത് സംസാരിച്ച് അദ്ദേഹം ഇട്ട ഒരു വോയിസ് നോട്ട് ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ. ഏതായിട്ടും ഈ അടുത്തായിട്ട് പല ഉസ്താദിന്റെ കൂട്ടുകാർ ആയിട്ടുള്ള ഉസ്താദന്മാരാവട്ടെ, പ്രഭാഷണ മേഖലയിലുള്ള ആൾക്കാരൊക്കെ സദസ്സിലൊക്കെ ദുആ ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഒന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ചു തരാം, അതൊന്ന് കേട്ട് നോക്കിയേ. പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനമെടുക്കുമെന്നാണ്. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട്, നമ്മുടെ ദുആയുടെയും നമ്മുടെ ആമീനിന്റെയും ബറക്കത്തുകൊണ്ട്, പരിശുദ്ധ റബീഇന്റെ ബറക്കത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്റെ സുഹൃത്തിന്റെ ആ ശാരീരിക ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും മജ്ലിസുകളിൽ എത്തുവാനും ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുവാനും ഇൽമ പറയുവാനും അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു ഇപ്പോ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ സിറാജുദ്ദീൻ കാസിം ഉസ്താദിന്റെ അവിടുത്തെ ഒരു മീഡിയേറ്റർ ആരോ ഒരു നമ്പർ ഉണ്ടായിരുന്നു. അതായത് ഞാൻ മുമ്പ് കോൾ ചെയ്ത് സംസാരിച്ച ഒരു നമ്പർ ഉണ്ടായിരുന്നു. അതിലേക്കും കോൾ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. പക്ഷെ അവർ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിരിക്കട്ടെ. ഏതായിട്ടും ഈ അടുത്ത് ഇത് സോഷ്യൽ മീഡിയയിൽ, അതായത് ഈ വാട്സപ്പിലൂടെ ഒരു വോയിസ് നോട്ട് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അതൊന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇത് സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. ഏതായിട്ടും ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയേ. ಇಲ್ಲ ಸಿನ ಉಚ್ಚ ಫೋನ್ ಹಾಕಿದ್ದಿನ್ನ ಹೊಸ್ತದ ಹಾಸ್ಪಿಟಲ್ ಉಂಡು ಪಿನ್ನ ಈ ಸೀರಿಯಸ್ ಅದೆಲ್ಲ ಬರ್ದೆ ಅಲ್ಲಿಗೆ ಡಿಸ್ಕ್ ಪ್ರಾಬ್ಲಮ್ ನಿಸ್ಕೆರಿಕೋಗಲ್ಲ ದೆಕ್ಕೋಗಲ್ಲ ಅವಲ್ಲ ಅಣ್ಣ ಜನ್ನಾಲ್ತೆ ಗೊಂತಾವು ಸರ್ಜರಿ ಆಪರೇಷನ್ ಬೇನ ಬೇಂಡೆಂಟ್ ಅದರವರು ಭಯಂಕರ ನಿಸ್ಕೆರಿಕ ಅವಲ್ಲ ಅಣ್ಣ ಇನ್ಶಾಲ್ಲ ನಾರ್ಮಲ್ ಆಯ್ತು ಬೆಡ್ಲೆ ಉಂಡು ಹಾಸ್ಪಿಟಲ್ ಉಂಡು ಇದಿಲೆ ಉಂಡು ಇನ್ಶಾಲ್ಲ ಅದು ವರ್ಕ್ ಚೊಂತು അങ്ങനത്തൊന്നും ഇതില്ല ഇങ്ങനെ വെറുതെ ഐസിയുൽ ഉണ്ട് അതെല്ലാം വെറുതെ ഹോസ്പിറ്റൽ ഉള്ളേ ഓക്കെ, ഏതായിട്ടും കേട്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും പ്രത്യേകിച്ചിട്ട് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് രോഗമുണ്ടെങ്കിലും അള്ളാഹു പെട്ടെന്ന് തന്നെ ഷിഫാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ തടിയിലുള്ള, നരമ്പിലുള്ള, ചോരയിലുള്ള, മാംസകഷ്ണത്തിലുള്ള എന്ത് രോഗമാണെങ്കിലും അള്ളാഹുവിന് പെട്ടെന്ന് തന്നെ ഷിഫാഹ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഉസ്താദിന്റെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ്. മനസ്സിലേക്ക്, ഉള്ളിലേക്ക് തട്ടുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെയാണ് ഉസ്താദ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും പല പ്രഭാഷണ വേദികളിലൊക്കെ നമ്മളെല്ലാവരും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെ ആയിരുന്നു നമ്മളൊക്കെ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഒന്നും തന്നെ സംഭവിക്കില്ല. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഇനിയും നല്ല വലിയ വേദികളിൽ ഒക്കെ പ്രസംഗിക്കാനുള്ള കഴിവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.